ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. Nutrients and minerals are always in circulation in the ecosystem from living to non-living. അല്ലേ? നമുക്കറിയാം ഈ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിനറൽസ് ആയിക്കോട്ടെ അത് എന്ത് ചെയ്തിരിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ലിവിങ് സിസ്റ്റത്തിൽ നിന്നും നോൺ ലിവിങ്ങിലേക്ക്, തിരിച്ച് നോൺ ലിവിങ്ങിൽ നിന്നും ലിവിങ്ങിലേക്ക്, അങ്ങനെ ഒരു സർക്കുലാർ മോഡിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? Biogeochemical cycles present a pathway through which various substances involved in these nutrients and minerals pass through biotic and abiotic component of the earth. അപ്പോൾ എന്താണ് ഈ ബയോജിയോകെമിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രിയൻസ് അല്ലേ, അത് ഇപ്പം ന്യൂട്രിയൻസ് ആവാം, മിനറൽസ് ആവാം. ജസ്റ്റ് എക്സാമ്പിൾ കാർബൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൈട്രജൻ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് അല്ലേ, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഇതെന്ത് ചെയ്തിരിക്കുകയാണ്, ആ ഒരു സർക്കുലാർ ഫ്ലോയിൽ എബയോട്ടിക് കമ്പോണൻറ്റിൽ നിന്നും ബയോട്ടിക്കിലേക്ക്, അല്ലെങ്കിൽ ബയോട്ടിക്കിൽ നിന്നും തിരിച്ച് എബയോട്ടിക്കിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ്. ഇനി എന്താണ് ഈ ഒരു സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലാർ മോഡിൽ അല്ലെങ്കിൽ ഒരു സൈക്ലിക് ഫോമിൽ എന്ത് ചെയ്യുന്നു, ലിവിങ്ങിൽ നിന്നും നോൺ ലിവിങ്ങിലേക്ക് ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു. അപ്പം അത് വെറുതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഇറ്റ് അലൗ ദ ട്രാൻസ്ഫർ ഓഫ് മോളിക്യൂൾ ഫ്രം വൺ ലൊക്കാലിറ്റി ടു അനദർ അല്ലേ. അപ്പോൾ ഒരു മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു, ഒരു ലൊക്കാലിറ്റിയിൽ നിന്നും നെക്സ്റ്റ് ലൊക്കാലിറ്റിയിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ബയോജിയോ കെമിക്കൽ സൈക്കിൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എനേബിൾ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാറ്റർ ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. അതായത് ഒരു മാറ്ററിനെ നെക്സ്റ്റ്, അതായത് ഏത് രൂപത്തിലാണോ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലേ, നൈട്രജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നൈട്രജനെ ഒരിക്കലും പ്ലാന്റ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ നൈട്രജൻ എന്ത് ചെയ്യുന്നു, നമ്മൾ നൈട്രേറ്റും നൈട്രൈറ്റും ഒക്കെ ആയിട്ട് നൈട്രജൻ്റെ തന്നെ വേരിയസ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് ഒരു രൂപത്തിലേക്ക് മാറ്റി നൈട്രേറ്റും നൈട്രൈറ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ നൈട്രജനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുകയാണല്ലേ വേറൊരു രൂപത്തിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാറ്റേഴ്സിനെ ട്രാൻസ്ഫോം അല്ലെ, ഒരു ഫോമിൽ നിന്നും അടുത്ത ഫോമിലേക്ക് മാറ്ററിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ആര് സഹായിക്കുന്നു, നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്കിള് സഹായിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സ്റ്റോറേജ് ഓഫ് എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ദെയർ നാച്ചുറൽ റിസർവിയർ ആൻഡ് റിലീസ്ഡ് ടു ദ ഓർഗാനിസം ഇൻ സ്മോൾ കൺസ്യൂമബിൾ എമൗണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ആവശ്യം വരുന്ന സമയത്ത് ഓർഗാനിസത്തിലേക്ക് ഒരു സ്മോൾ എമൗണ്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, റിലീസ് ചെയ്യുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പം നോക്കിയേ, എന്തൊക്കെയാണ് ബയോജിയോ കെമിക്കൽ സൈക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്യൂൾസിനെ വൺ ലൊക്കാലിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് ലൊക്കാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മാറ്റർ അല്ലെ, മാറ്ററിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇപ്പം വാട്ടർ സൈക്കിളൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു മാറ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് കിട്ടും അല്ലേ. അതായത് ഇവാപ്രേറ്റ് ചെയ്ത് നീരാവി എന്നൊക്കെ നമ്മൾ പറയല്ലേ, ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നു, അതിൻ്റെ ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു, ആ ലിക്വിഡ് ഫോമിൽ റെയിനായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ മാറ്ററിനെ പല രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാട്ടർ സൈക്കിൾ പഠിക്കുന്ന ടൈമിൽ പറയും. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, എലമെൻറ്റ്സുകളെ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് ഓഫ് എനി ഇംബാലൻസ് ഇറ്റ് ഹെൽപ്പ് ദ എക്കോസിസ്റ്റം ടു റീസ്റ്റോർ ഇറ്റ് മേ ടേക്ക് എ ഫ്യൂ ഡേയ്സ് ഓർ ഫ്യൂ ഇയേഴ്സ് അല്ലേ. ഇനിയിപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസിൻ്റെയോ മിനറൽസിൻ്റെയോ ഒക്കെ ഇംബാലൻസ് ഉണ്ടാവുകയാണ് എങ്കിൽ ഇത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ്, ഇത് ലിങ്ക് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എലമെൻറ്റ്സ് അല്ലേ. നമ്മുടെ എക്കോസിസ്റ്റം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബയോട്ടിക്കുമുണ്ട് അബയോട്ടിക്കുമുണ്ട്. രണ്ട് പേരുടെയും കൂടി ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബയോജിയോ കെമിക്കൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടൊരു ലിങ്കാണ് എന്തെന്ന് പറയുന്നത്, ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്. ഇനി biogeochemical cycles are sometimes called the nutrient cycle.
അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂട്രിയൻ്റ് സൈക്കിൾസ് എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ദേ ഇൻവോൾവ് ദ ട്രാൻസ്ഫർ ഓഫ് കോമ്പൗണ്ട്സ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ലിവിങ് ഓർഗാൻസ് അല്ലേ. ലിവിങ് ഓർഗാൻസത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് അല്ലേ, അതിൻ്റെ ആ ഒരു ലിവിങ് ഓർഗാൻസിന് ജീവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾ വഴിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ന്യൂട്രിയൻ സൈക്കിൾ. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്, ബയോജിയോ കെമിക്കൽ സൈക്കിളിനെ വിളിക്കുന്നുണ്ട്. ഇനി 2 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ സൈക്കിൾ. ഈ ഒരു ബയോജിയോ കെമിക്കൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 കമ്പോണൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കാം. ഒന്ന് റിസർവോയർ പൂളും ഒന്ന് സൈക്ലിക് പൂളും. എന്തൊക്കെയാണ്? റിസർവോയർ പൂളും സൈക്ലിക് പൂളും. എന്താണെന്ന് നോക്കാം. ഈ റിസർവോയർ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഓർ റോക്ക് സ്റ്റോറിങ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അറ്റ്മോസ്ഫിയർ. നമുക്കറിയാമല്ലോ ഇപ്പോൾ ന്യൂട്രിയൻസ് കാർബണൊക്കെ എവിടെയാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ്. സോ അങ്ങനെ ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ റോക്സ്, ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിസർവോയർ പൂൾ എന്ന് പറയുന്നത്. ഇനി സൈക്ലിംഗ് പൂൾ നോക്കിയേ. ഷോർട്ട് സ്റ്റോറേജ് ഓഫ് കാർബൺ ഇൻ ദ ഫോം ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. ഇനി ഷോർട്ട് സ്റ്റോറേജ്, ലാർജ് നമ്പർ ഓഫ് ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റോക്ക്, അറ്റ്മോസ്ഫിയർ പോലെയൊക്കെ ഉള്ളത് റിസർവോയർ പൂളും. ഇനി ചെറിയ എമൗണ്ടിൽ പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് സൈക്ലിക് പൂള് എന്നും പറയുന്നത്. ഇനി ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പേരായിട്ടുള്ള ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറഞ്ഞു. അതിന് പേര് വരാനുണ്ടായ കാര്യം പറഞ്ഞു. പിന്നെ അതിൻ്റെ എന്ത് പറഞ്ഞു, ഇമ്പോർട്ടൻസും പറഞ്ഞു അല്ലേ. ഇനി ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾ വഴി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരെയൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് മൈക്രോ എലമെൻസിനെയും 2 മാക്രോ എലമെൻസിനെയും. ആരെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? മൈക്രോ എലമെൻസിനെയും 2 മാക്രോ എലമെൻസിനെയും. അപ്പോൾ എന്താണ് മൈക്രോ എലമെൻറ്റ്സ് നോക്കാം. ദ എലമെൻറ്റ്സ് വിച്ച് ആർ റിക്വയർഡ് ഇൻ എ സ്മോളർ ക്വാണ്ടിറ്റീസ് ആർ റെഫേർഡ് ടു ആസ് മൈക്രോ എലമെൻറ്റ്സ്. മൈക്രോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. വിച്ച് ആർ റിക്വയർഡ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി. പ്ലാന്റ്സിൻ്റെ ആയിക്കോട്ടെ ആനിമൽസിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഗ്രോത്തിനൊക്കെ വളരെ സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഈ എലമെൻറ്റ് അല്ലേ. ഒരുപാടൊന്നും ആവശ്യമില്ല, വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ മാത്രം ആവശ്യമുള്ള എലമെൻറ്റ്സ് ആണ് മൈക്രോ. മൈക്രോ എന്ന് പറയുമ്പോൾ സ്മോൾ അല്ലേ, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. എക്സാമ്പിള് നമ്മുടെ എന്താണ്, ബോറോണ്, കോപ്പർ, അതുപോലെ തന്നെ മോളിബ്ഡിനം അല്ലേ. യൂസ്ഡ് ബൈ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മോളിബ്ഡിനം. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ആർക്ക് മതി, പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽസിനായിക്കോട്ടെ. അപ്പം അങ്ങനെ വളരെ കുറച്ച് സ്മോളർ എമൗണ്ടിൽ റിക്വയർ ചെയ്യുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ മൈക്രോ എലമെൻറ്റ്സ്. ഇത് എവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്? ബയോജിയോ കെമിക്കൽ സൈക്കിളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, മാക്രോ എലമെൻറ്റ്സ്. ദ എലമെൻറ്റ്സ് വിച്ച് ആർ റിക്വയർഡ് ഇൻ ലാർജർ എമൗണ്ട് അല്ലേ. പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ വളരെയധികം അത്യന്താപേക്ഷിതം അല്ലെങ്കിൽ വളരെ കൂടുതൽ എമൗണ്ടിൽ ആവശ്യമുള്ളവയാണ് എന്ത്, മാക്രോ എലമെൻറ്റ്സ്. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ബയോജിയോ കെമിക്കൽ സൈക്കിളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോജിയോ കെമിക്കൽ സൈക്കിളിനെ തന്നെയാണ് ന്യൂട്രിയൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ബയോജിയോ കെമിക്കൽ സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നെന്താ പറഞ്ഞത്, അതിൽ 2 ടൈപ്പ് ഓഫ് എലമെൻസിനെ അല്ലെ, മാക്രോ എലമെൻസിനെയും നമ്മൾ സൈക്ലിക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൈക്രോ എലമെൻസിനെയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ അല്ലേ, 2 ടൈപ്പ് അല്ലേ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയാൽ ഗേഷ്യസ് സൈക്കിൾ അല്ലേ. ഒന്നാമത്തെയാണ് ഗേഷ്യസ് സൈക്കിൾ. ഫസ്റ്റ് വൺ എന്താണ്, ഗേഷ്യസ് സൈക്കിൾ. രണ്ടാമത്തേതോ സെഡിമെൻ്ററി സൈക്കിൾ അല്ലേ. ഗേഷ്യസ് സൈക്കിളുമുണ്ട് സെഡിമെൻ്ററി സൈക്കിളുമുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഗേഷ്യസ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. Gaseous cycle include the transportation of matter through atmosphere അല്ലേ. ഗേഷ്യസ് എന്നുള്ള ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അല്ലേ, ഏതുമായിക്കോട്ടെ മാറ്ററിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ത് വഴിയായിരിക്കും, അറ്റ്മോസ്ഫിയർ വഴിയായിരിക്കും അല്ലേ.
ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഗേഷ്യസ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാർബണ്, നൈട്രജൻ സൈക്കിള്, വാട്ടർ സൈക്കിൾ, ഇതൊക്കെ എന്താണ് ഗേഷ്യസ് സൈക്കിളാണ് അല്ലേ. അപ്പോൾ ആ ഒരു സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിനൊരു മെയിൻ റോൾ കാണും. അതായത് അറ്റ്മോസ്ഫിയർ വഴിയായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവയാണ് എന്ത് ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, സെഡിമെൻ്ററി സൈക്കിൾ. Sedimentary cycle include transportation of matter through ground to water, the lithosphere to hydrosphere. Sedimentary cycle ആണ് phosphorus cycle, sulfur cycle. അപ്പോൾ സെഡിമെൻ്ററി സൈക്കിളിൽ വരുന്നത് ഫോസ്ഫറസ് സൈക്കിളും സൾഫർ സൈക്കിളുമാണ്. ഇവിടെ അറ്റ്മോസ്ഫിയറിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഗ്രൗണ്ട് ടു വാട്ടർ ആണല്ലേ. അതായത് നമ്മുടെ ലിത്തോസ്ഫിയർ, ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ലിത്തോസ്ഫിയറിൽ നിന്നും ഹൈഡ്രോസ്ഫിയറിലേക്കുള്ള എന്താണ് ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ അറ്റ്മോസ്ഫിയറിന് വലിയ പങ്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിനെ കുറിച്ചാണല്ലേ. നമ്മൾ പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ പറഞ്ഞു എന്താണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസും മിനറൽസും ഓൾവേസ് എന്തായിരിക്കും ആ ഒരു സൈക്ലിക് അല്ലെങ്കിൽ ഒരു സർക്കുലേഷൻ നടത്തുന്നുണ്ടല്ലേ. എവിടെ നിന്ന് എവിടേക്ക്, ആ ലിവിങ് ടു നോൺ ലിവിങ്ങിലേക്ക് അല്ലെങ്കിൽ ബയോട്ടിക് കമ്പോണൻറ്റ് ടു എബയോട്ടിക് കമ്പോണൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂട്രിയൻസും മിനറൽസും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൊക്കാലിറ്റിയിൽ നിന്നും മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് എന്തായിരുന്നു, മാറ്ററിനെ വൺ ഫോമിൽ നിന്നും അനദർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എലമെൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. വേണ്ടപ്പം ഒരു മിനിമൽ ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി എങ്ങാനും ഏതെങ്കിലും ഒരു മിനറലിൻ്റെയൊക്കെ ഇംബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ബയോട്ടിക്കിനെയും എബയോട്ടിക്കിനെയും തമ്മിലൊരു കണക്റ്റീവ് ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് അല്ലെ, സൈക്കിളിലെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവോയർ പൂളും സൈക്ലിക് പൂളുമാണ് അല്ലേ. റിസർവോയർ പൂൾ എന്ന് പറയുമ്പോൾ മെയിൻലി സ്റ്റോർ ചെയ്ത് വെക്കുന്ന അറ്റ്മോസ്ഫിയറും റോക്കും ഒക്കെ പോലെ. പിന്നെ ഇനി സൈക്ലിക് പൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അല്ലെ ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു സൈക്കിളിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൈക്രോ എലമെൻസിനെയും മാക്രോ എലമെൻസിനെയും ആയിരിക്കും. മൈക്രോ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ആവശ്യമുള്ളവയാണ്. മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളവയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെഡിമെൻ്ററി സൈക്കിൾ അല്ലേ. സെഡിമെൻ്ററി സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ അറ്റ്മോസ്ഫിയറിന് വലിയ റോളില്ല. സെഡിമെൻ്ററി സൈക്കിളിന് എക്സാമ്പിളാണ് ഫോസ്ഫറസ് സൈക്കിളും സൾഫർ സൈക്കിളും. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിത്തോസ്ഫിയറിൽ നിന്നും ഹൈഡ്രോസ്ഫിയറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മാറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഗേഷ്യസ് സൈക്കിൾ നമ്മൾ എന്താ പറഞ്ഞത്, ഓർത്ത് നോക്കിയാൽ പേരിൽ തന്നെ ഉണ്ടല്ലേ ഗേഷ്യസ്, ഗ്യാസ്, ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിലാണ് അവിടെ മെയിൻ റോൾ അല്ലേ. അറ്റ്മോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, മാറ്ററിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അറ്റ്മോസ്ഫിയർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, മാറ്ററിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാർബൺ സൈക്കിള്, ഓക്സിജൻ സൈക്കിള്, നൈട്രജൻ സൈക്കിള്, വാട്ടർ സൈക്കിളും ഒക്കെ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാം അല്ലേ, ഗേഷ്യസ് സൈക്കിൾ. അപ്പോൾ ഇനി നമുക്ക് ഗേഷ്യസ് സൈക്കിളിലേക്ക് പോകാം. നമുക്കറിയാമല്ലേ 70% ഓഫ് ദ എർത്ത് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. നമ്മുടെ എർത്തിൻ്റെ കൂടുതലും, കരയേക്കാൾ കൂടുതൽ എന്താണ്, വെള്ളമാണല്ലേ. 70% വാട്ടർ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്കറിയാം അല്ലേ, വേൾഡ് ഫേസിങ് ആൻ അക്യൂട്ട് വാട്ടർ ക്രൈസിസ് അല്ലേ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തേക്ക് ചൂട് ഭയങ്കര അധികം കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം വാട്ടറിനൊക്കെ പലയിടത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, ക്രൈസിസ് ഉണ്ടല്ലേ. പലർക്കും കുടിവെള്ളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ ഏരിയാസൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ചൂടാണ്. അപ്പം നമ്മുടെ എർത്തിൽ 70% വാട്ടർ കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും എന്താണ് ഈ ഒരു വാട്ടർ ക്രൈസിസ് നമ്മൾ നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ബിക്കോസ് ഔട്ട് ഓഫ് ടോട്ടൽ വാട്ടർ അവൈലബിൾ ഓൺ എർത്ത് 97.5 ഈസ് സോൾട്ട് വാട്ടർ അല്ലേ. ഈ 70% വെള്ളം ഉണ്ടെന്നുള്ള കാര്യം സത്യം. പക്ഷെ അതിൻ്റെ മുക്കാലല്ല ഭൂരിഭാഗം ഭാഗവും എന്താണ്, ഉപ്പുവെള്ളം അല്ലെങ്കിൽ സോൾട്ട് വാട്ടറാണ്. ഓഫ് റിമൈനിങ് വാട്ടർ 99% അല്ലേ. ഇനി ബാക്കിയുള്ളത് ശതമാനം, ഇപ്പം 97 പോയല്ലേ, പിന്നെ ഒരു കുറച്ച് ശതമാനമേ ഉള്ളൂ. അതിൽ പകുതിയും എന്ത് ചെയ്തിരിക്കുകയാണ്, അതിൽ ഫുള്ളും അണ്ടർഗ്രൗണ്ട് സോഴ്സസും അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് അല്ലേ, മഞ്ഞുമലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗ്ലേഷ്യേഴ്സിലും ഒക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ടെക്നിക്കലി ലെസ് ദാൻ 1% അല്ലേ. അപ്പോൾ
1% അല്ലേ, 1% കുറവ് വെള്ളം മാത്രം അല്ലെങ്കിൽ ജലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ലഭിക്കുകയുള്ളൂ. അതായത് അവൈലബിൾ ഫോർ ഹ്യൂമൻ യൂസിനായിട്ട് ലെസ് ദാൻ 1% വാട്ടർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ, 70% എർത്ത് വാട്ടറുമായിട്ട് കവർ ചെയ്തിരിക്കുകയാണെങ്കിലും അത് സോൾട്ട് വാട്ടറും ഒക്കെയാണ്, നമുക്ക് ലെസ് ദാൻ 1% മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു വാട്ടർ ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. Please note that less than 1% water availability is sufficient to fulfill the needs of even the last man of this planet. But owing to human encroachments or at all level, the existence of mankind will be at risk in near future if proper measure force optimum use for water resources are not to put in place. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1% ഉള്ളൂ എന്ന് പറഞ്ഞാലും ഈ ഒരു 1% മതി ശരിക്കും ഇവിടുത്തെ ഒരു അവസാനത്തെ ലാസ്റ്റ് മാൻ്റെ നീഡ് പോലും ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി ആ ഒരു 1% ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഇന്നത്തെ അവസ്ഥ അതല്ലേ, നമ്മൾ എന്തോരമായിട്ടാണ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ, ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മാൻ കൈൻഡ് അല്ലെങ്കിൽ ഈ ഹ്യൂമൻസിൻ്റെ ഈ ഒരു ഗ്രീഡ് കാരണമാണ് നമ്മൾ ഈ ഒരു വാട്ടർ ക്രൈസിസ് ഇന്ന് നേരിടുന്നത്. അപ്പം നമുക്ക് for instance 12% of the Indian population is already at the birth of the day zero scenario. To tackle the global problem of the water crisis, let us understand the genesis of the water cycle through this അല്ലേ. നമുക്ക് നോക്കിയേ, നമുക്ക് ആ ഒരു അത് അല്ലേ വാട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വാട്ടർ ഇങ്ങനെ സൈക്കിൾ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിനുവേണ്ടി എന്ത് പഠിക്കണം, വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഒന്നെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ജിയോ കെമിക്കൽ സൈക്കിളാണല്ലേ. ഇതൊരു നമ്മുടെ ഗേഷ്യസ് സൈക്കിളാണല്ലേ. വാട്ടർ സൈക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഗേഷ്യസ് ടൈപ്പ് ഓഫ് സൈക്കിളാണ്. അതായത് അറ്റ്മോസ്ഫിയർ ഇതിൻ്റെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The water cycle is defined as the continuous circulation of water from the earth to atmosphere. അല്ലേ, വൈസ് വേഴ്സ, വിച്ച് ഈസ് പവേർഡ് ബൈ ദ എനർജി ഓഫ് ദി സൺ. ഇറ്റ് ഷോസ് സ്റ്റോറേജ് ആൻഡ് എ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ബിറ്റ്വീൻ ബയോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ എന്താ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ സർക്കുലേഷൻ എവിടെ നിന്ന്, ഫ്രം എർത്ത് ടു അറ്റ്മോസ്ഫിയർ, എർത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കുള്ള വാട്ടറിൻ്റെ ആ ഒരു സർക്കുലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് ഇറ്റ് ഷോസ് ദ സ്റ്റോറേജും അതുപോലെ തന്നെ മൂവ്മെൻറ്റും വാട്ടറിൻ്റെ എവിടെയൊക്കെ, ബയോസ്ഫിയറിലെ, ലിത്തോസ്ഫിയറിലെ, ഹൈഡ്രോസ്ഫിയറിലെ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കുലേഷൻ ഓഫ് വാട്ടർ ആണ്. വാട്ടറിൻ്റെ സർക്കുലേഷൻ എവിടെ മുതൽ, ഫ്രം ദി എർത്ത് ടു അറ്റ്മോസ്ഫിയർ അല്ലേ, എർത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കുള്ള വാട്ടറിൻ്റെ സർക്കുലേഷൻ. അപ്പോൾ പറയുമ്പം ഈ സിമ്പിളാണല്ലേ, എർത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കുള്ള സർക്കുലേഷൻ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Major water sinks, water can be stored in any of the reservoir like atmosphere, ocean, lake, rivers, soil അല്ലെ, ഗ്ലേഷ്യേഴ്സ്, സ്നോഫീൽഡ്സ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഇതുകൊണ്ട് മെയിൻ വാട്ടറിൻ്റെ സോഴ്സസ് ഇതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്തിലെ പ്രോസസ്സ് നോക്കി, ഒരു വാട്ടർ സൈക്കിളിൽ മെയിൻലി ദ പ്രോസസ് ഇൻവോൾവ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം വൺ റിസർവർ ടു അനദർ ആർ അല്ലേ. ഒരു റിസർവറിൽ നിന്നും അടുത്തടുത്തേക്ക് നമ്മുടെ വാട്ടർ മൂവ് ചെയ്യണമെങ്കിൽ ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, precipitation, deposition, runoff, infiltration, sublimation, transpiration, melting ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളല്ലേ, ഇത്രയൊക്കെ പ്രോസസ്സുകൾ നടക്കുമ്പോഴാണ് വാട്ടർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. The driving source of energy for the water cycle is solar radiation അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു മൂവ് ചെയ്യാൻ വാട്ടറിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വാട്ടർ സൈക്കിളിൻ്റെ മെയിൻ സോഴ്സ് അല്ലെങ്കിൽ ഒരു മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് പവറാണ് അല്ലേ, സൺ ആണ് അവിടുത്തെ മെയിൻ സോഴ്സ്. ഇവാപ്രേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഈ ഒരു വാട്ടർ സൈക്കിളിലെ മെയിൻ രണ്ട് ഇവൻറ്റ് നമ്മൾ കുറേ ഇവൻറ്റ്സ് പറഞ്ഞല്ലേ നോക്കി, ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഡിപ്പോസിഷൻ, റൺ ഓഫ്, ഇൻഫിൽട്രേഷൻ, സബ്ലിമേഷൻ, അങ്ങനെ നമ്മൾ കുറേ പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവാപ്രേഷനും പ്രസിപ്പിറ്റേഷനുമാണ്. ഇനി നമുക്ക് പ്രോസസ്സുകൾ നോക്കാം. ഫസ്റ്റ് ഇവാപ്രേഷൻ. വാട്ടർ സൈക്കിളിലെ ഫസ്റ്റ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഇവാപ്രേഷൻ. നോക്കാം.
വാട്ടർ ഫ്രം ദ ഓഷ്യൻ, ലേക്ക്, പോണ്ട്, റിവർ ആൻഡ് സ്ട്രീംസ് ഇവാപ്രേറ്റഡ് ബൈ ദ സൺ ഹീറ്റ് അല്ലേ. നമ്മുടെ ഈ വെള്ളം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അല്ലേ. ലേക്കിലും പോണ്ടിലും റിവറിലും ഒക്കെ എന്തുണ്ട്, നല്ല വാട്ടർ ഉണ്ടല്ലേ, വെള്ളം ഇങ്ങനെ റിച്ച് ആയിട്ട് കിടക്കുക. അപ്പം നമ്മുടെ ആര് വരും, സണ്ണ് വരും അല്ലേ. ഈ സണ്ണിൻ്റെ ഹീറ്റും എനർജിയും കാരണം എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ എല്ലാം ഇവാപ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വാട്ടർ റിമൈൻ ഇൻ വേപ്പർ സ്റ്റേറ്റ്. കണ്ടോ, മാറ്ററിനെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിയത് കണ്ടോ. വാട്ടറിനെ ഏത് സ്റ്റേറ്റിലോട്ട് മാറ്റി, വാട്ടറിനെ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറ്റി അല്ലേ. ഇതാണ് ആദ്യം നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, മാറ്ററിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാനായിട്ട് ഈ സൈക്കിൾ സഹായിക്കുന്നു എന്ന്. ആ പോയിന്റ് കിട്ടിയോ. ഫസ്റ്റ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടർ സൈക്കിളാണ്. വാട്ടർ സൈക്കിളിലെ ഫസ്റ്റ് പ്രോസസ്സാണ് അല്ലേ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഷ്യനിലും റിവറിലും ഒക്കെ കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ വാട്ടറിനെ സണ്ണിൻ്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്യുന്നു, ഇവാപ്രേറ്റ് ചെയ്യുന്നു. അതായത് ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിനെ വേപ്പർ ഫോമിലേക്ക് മാറ്റുന്നു. ക്ലിയർ. എന്നിട്ട് എയർ ആൻഡ് ഫോംസ് ക്ലൗഡ്. ഇത് എന്ത് ചെയ്യുന്നു, വാട്ടർ റിമെയിൻസ് ഇൻ വേപ്പർ സ്റ്റേറ്റിലോട്ടാവുന്നു. അത് എന്നിട്ട് നമ്മുടെ എയറിൽ അല്ലേ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ക്ലൗഡ്സ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി ട്രാൻസ്പിറേഷൻ നമ്മൾ പഠിച്ചൊരു ടേമാണ് അല്ലേ. ഇവാപ്രേഷൻ ത്രൂ ദ പ്ലാന്റ് സർഫസ്. പ്ലാന്റ് സർഫസിൻ്റെ ഇവാപ്രേഷൻ അല്ലേ ഡ്യൂ ടു ദ സോളാർ എനർജി ഈസ് നോൺ ആസ് ട്രാൻസ്പിറേഷൻ. പ്ലാന്റ്സ് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള അല്ലേ അതിൽ വെച്ച് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സസ് ഓഫ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഓൾസോ ട്രാൻസ്ഫർ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അപ്പോൾ പ്ലാന്റ്സും എന്ത് ചെയ്തു, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്പിറേഷൻ പ്രോസസ്സ് വഴി പുറത്തേക്ക് വിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച്, ആദ്യം എന്ത് ചെയ്തിരുന്നു, നമ്മുടെ റിവേഴ്സിലും ലേക്സിലും സീസിലും ഒക്കെയുള്ള വാട്ടർ സണ്ണിൻ്റെ ഹീറ്റ് കാരണം വേപ്പറായിട്ട് മാറി. അത് ക്ലൗഡ് ഫോം ചെയ്യാൻ സഹായിച്ചു. അതിപ്പോൾ ഇവിടെ എത്തി, അറ്റ്മോസ്ഫിയറിലെത്തി. നെക്സ്റ്റ് പ്ലാന്റ്സിലും എന്തുണ്ട്, ഒരുപാട് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആവശ്യമില്ലാത്ത വാട്ടറൊക്കെ എന്ത് ചെയ്യുന്നു, അവർ ട്രാൻസ്പിറേഷൻ വഴി പുറത്തേക്ക് വിടുന്നു. അതും നേരെ ഇവിടേക്ക് എത്തി, അറ്റ്മോസ്ഫിയറിലെത്തി. നെക്സ്റ്റ് പ്രസിപ്പിറ്റേഷൻ. ഇപ്പം രണ്ട് രീതിയിൽ ഇവ അറ്റ്മോസ്ഫിയറിൽ എത്തിയിട്ടുണ്ട്. ക്ലൗഡ് മീറ്റ്സ് വിത്ത് കോൾഡ് എയർ അല്ലേ ഇൻ ദ മൗണ്ടെയ്ൻസ് ആൻഡ് എബോവ് ഫോറസ്റ്റ് റീജിയൻ ആൻഡ് കണ്ടൻസ് ടു ഫോം റെയിൻ പ്രസിപ്പിറ്റേറ്റ്. അപ്പം ഇപ്പോൾ ക്ലൗഡായിട്ട് അപ്പം ഇതെന്ത് ചെയ്തിരിക്കുകയാണ്, ക്ലൗഡ് പോലെ ഫോം ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ക്ലൗഡ് എന്തിനെ കാണും, നമ്മുടെ നല്ല തണുത്ത കാറ്റുകൾ വരും അല്ലേ, എവിടുന്ന് മൗണ്ടെയ്ൻസിൽ നിന്നും അല്ലെങ്കിൽ ഫോറസ്റ്റിൽ നിന്നും ഒക്കെ നല്ല തണുത്ത കാറ്റുകൾ വരും. അപ്പോൾ ഈ തണുത്ത കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലൗഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു, റെയിൻ ഫോം, എഗെയിൻ വാട്ടറിൻ്റെ ഫോമിലേക്ക് റെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ദെൻ കണ്ടൻസേഷൻ. It is the process by which water vapor in the atmosphere get converted into liquid droplet അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഇവയെല്ലാം എന്തായിട്ടാണ് നിൽക്കുന്നത്, വാട്ടർ വേപ്പറായിട്ടായിരുന്നു നിൽക്കുന്നതല്ലേ. അപ്പോൾ ആ വാട്ടർ വേപ്പറിനെ തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം മനസ്സിലായോ, ഫസ്റ്റ് പ്രോസസ്സുകൾ ക്ലിയർ ആയോ. പ്രസിപ്പിറ്റേഷൻ, റെയിനായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ട്രാൻസ്പിറേഷൻ, എഗെയിൻ എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പറായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വേപ്പറായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും തിരിച്ച് ലിക്വിഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൺ ഓഫ്. ഇനിയിപ്പോൾ എന്തായി, നമ്മുടെ വേപ്പർ വാട്ടർ ആയല്ലേ, വാട്ടർ എന്ത് ചെയ്തു, മഴയായിട്ട് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, റൺ ഓഫ് ചെയ്യും അല്ലേ. വാട്ടർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ സർഫസ് ഈസ് നോൺ ആസ് റൺ ഓഫ്. ഇറ്റ് ഈസ് ഡിസ്ചാർജ്ഡ് ത്രൂ റിവേഴ്സ്, ഇറ്റ് ഈസ് നോൺ ആസ് റിവർ റൺ ഓഫ് അല്ലേ. അതിന് സിമ്പിൾ. വാട്ടർ എന്നിട്ട് ഒന്നിൻ്റെ സർഫസിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റൺ ഓഫ് എന്ന് വിളിക്കുന്നത്. ദ ഓഷ്യൻ സപ്ലൈസ് മോസ്റ്റ് ദ ഇവാപ്രേറ്റഡ് വാട്ടർ അല്ലേ. ഇപ്പോൾ ഇവാപ്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വാട്ടർ പ്ലാന്റ്സ് ഇവാപ്രേറ്റ് ചെയ്യും, റിവേഴ്സ് ഇവാപ്രേറ്റ് ചെയ്യും, ലേക്ക് ഇവാപ്രേറ്റ് ചെയ്യും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഓഷ്യൻസ് ആണ് അല്ലേ. ആൻ ആവറേജ് 84% ഓഫ് ദ വാട്ടർ ലോസ്റ്റ് ഫ്രം ദ ഓഷ്യൻ ത്രൂ ഇവാപ്രേഷൻ വൈൽ 77 ഗെയിൻഡ് ബൈ പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 84% വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഇവാപ്രേറ്റ് ചെയ്ത് പോയിട്ട് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് തിരിച്ചു വരുമല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഒരു സൈക്കിളാണല്ലേ. തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ വന്ന് അവസാനിക്കും, നഷ്ടപ്പെട്ടു പോകുന്നില്ല. തുടങ്ങി അവിടെ തന്നെ വന്ന് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 84% ഇവിടെ നിന്ന് സൂര്യൻ്റെ ഹീറ്റ് കാരണം എന്ത് ചെയ്യുന്നു, ഇവാപ്രേറ്റ് ചെയ്ത് വേപ്പറായിട്ട് നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും കോൾഡ് ബ്രീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എഗെയിൻ എന്ത് ചെയ്യുകയാണ്, വാട്ടർ
ആയിട്ട് തന്നെ എവിടേക്ക് എത്തുന്നു, സീയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വാട്ടർ ഫ്രം റൺ ഓഫ് സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് കവേഴ്സ് ദ 7% ബാലൻസ് ഓഫ് ദ ഇവാപ്രേഷൻ അല്ലെ. ഓൺ ലാൻഡ് ഇവാപ്രേഷൻ ഈസ് 16% ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഈസ് 23%. ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് കണക്കാണ്, കേട്ടിരുന്നോട്ടെ. നമ്മുടെ വാട്ടർ സൈക്കിൾ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു വാട്ടർ സൈക്കിളാണ് ഈ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അല്ലേ, നമ്മുടെ ഈ വാട്ടർ ഇവിടെ ഇപ്പം ഇതൊരു റിവറൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞു. ഈ റിവറിൽ നിന്നൊക്കെയുള്ള വാട്ടർ എന്ത് ചെയ്യാണ്, ഇവാപ്രേറ്റ് ചെയ്യാണ് അല്ലേ. പ്ലാന്റ്സ് ഉണ്ട്, പ്ലാന്റ്സിൽ നിന്നും റിവറിൽ നിന്നുമൊക്കെ വാട്ടർ ഇവാപ്രേഷൻ വഴി ഇവാപ്രേറ്റ് ചെയ്തു അല്ലേ, ഇവാപ്രേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ വാട്ടർ വേപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലേ, വാട്ടർ വേപ്പറായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ വാട്ടർ വേപ്പറിനെ തിരിച്ച് നമുക്ക് എന്താക്കണം, ആ ലിക്വിഡ് ആക്കണം അല്ലേ, ലിക്വിഡ് ആക്കി മാറ്റണം. ആ ഒരു പ്രോസസ്സാണ് കണ്ടൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് ആക്കുന്നത് എന്താണ്, തണുത്ത കാറ്റ് ബ്രീസൊക്കെ വരും അല്ലേ. അപ്പോൾ ലിക്വിഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തില്ല, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം അല്ലേ. റെയിനായിട്ട് വീണ്ടും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, എഗെയിൻ എവിടേക്ക് വന്ന് കളക്ട് ചെയ്യുന്നു, റിവേഴ്സിലേക്ക് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഈ റിവേഴ്സിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമൊക്കെ വാട്ടർ എന്ത് ചെയ്യും, വീണ്ടും ഇവാപ്രേറ്റ് ചെയ്യും. ഇവാപ്രേറ്റ് ചെയ്തിട്ട് എഗെയിൻ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ വേപ്പറായിട്ട് സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ വേപ്പറായിട്ടൊക്കെ നിൽക്കുന്ന ടൈമിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരും അല്ലേ. എന്തായിരുന്നു കണ്ടൻസേഷൻ, വാട്ടർ വേപ്പറിനെ അല്ലേ, വേപ്പറിനെ എന്തായിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്, ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടൻസേഷൻ. അപ്പം അങ്ങനെ ലിക്വിഡായിട്ട് നിന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും, അങ്ങനെ കുറേ നേരം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല അല്ലേ, പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം. റെയിനായിട്ട് ആ വാട്ടറിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, എഗെയിൻ റിവറിലേക്ക് എത്തുന്നു, അത് വീണ്ടും കളക്ട് ചെയ്യുന്നു, പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ സൈക്കിൾ അല്ലേ. നമ്മുടെ ബയോ ജിയോ കെമിക്കൽ സൈക്കിളിലെ ഫസ്റ്റ് ഗേഷ്യസ് സൈക്കിളാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. ഇതിൽ അറ്റ്മോസ്ഫിയറിന് വലിയൊരു പാർട്ടുണ്ടല്ലേ, ഈ വേപ്പർ എല്ലാം അറ്റ്മോസ്ഫിയറിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇതിൽ അറ്റ്മോസ്ഫിയറിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ വഴിയാണ് ഈ ഒരു ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ ഒരു വാട്ടറിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗേഷ്യസ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടർ സൈക്കിൾ ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.